അളിയ ജോണിക്കുട്ട, നീ ഒരു കൃത്യം 6 മണിയാകുമ്പം എല്ലാം സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നേക്കണം. ഓക്കെ? ബലൂൺ വേണ്ടേ അപ്പം? ബലൂൺ വേണം. എടാ, അവളാകെ മൊത്തത്തിലൊന്ന് ഞെട്ടണം. ഞാനേ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് സാധനം എല്ലാം മേടിച്ചോണ്ട് അങ്ങോട്ടേക്ക് എത്തിയേക്കാം. നീ ടെൻഷൻ അടിക്കാതെ. പിന്നെ കേക്ക് വേണം. കേക്ക് എന്തിനാ? എന്ന് പറഞ്ഞ ബർത്ത്ഡേ അല്ലേ? അളിയ, നിനക്കറിയാലോ, ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ 1 വർഷമായി. അവള് കാണുമ്പോൾ മൊത്തത്തിലൊരു സർപ്രൈസ് ആവണം. അപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് പോകുന്നതോ? അതെന്തിനാ? അത് നിനക്ക് ഇങ്ങനെ മനസ്സിലായി? അല്ലാതെ നീ ബാംഗ്ലൂർക്ക് പോകുന്നത് യക്ഷിനെ കാണാനൊന്നും അല്ലല്ലോ. അയ്യ, അതൊക്കെ വിട്. എന്താണല്ലോ കാണുമ്പോൾ ഞെട്ടണം. എനിക്ക് അത്രേ ഉള്ളൂ. ശരി ശരി. ഇതിന് അവിടെ ഞെട്ടിക്കും. ലെന, എപ്പോ വരും? ഹലോ ഹലോ ലെന. പവൻ, ഞാൻ വരില്ല. അതെന്ത് പറ്റി? വർക്ക് റിലേറ്റഡ് വല്ലതും ആണോ? വർക്ക് റിലേറ്റഡാ. ലെന, അസുഖമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി എപ്പോ വരും? പവൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ പറയുന്നൊന്നും എനിക്കറിയില്ല. ലെന, നീ വളച്ചിട്ടില്ലാത്ത കാര്യം പറ. ഐ തിങ്ക് വി ആർ ഇൻകമ്പാറ്റബിൾ. എന്ത്? നമ്മുടെ റിലേഷൻ മുമ്പോട്ട് പോകുന്നതിൽ മാനസികമായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഓ, അപ്പം ഇതാണ് നിനക്ക് എക്സാം ഉണ്ട്, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഇത്ര നാളെ ഇഗ്നോർ ചെയ്തത്? പവൻ, പ്ലീസ് ലിസൺ. ഇതുപോലെ ശല്യമായല്ലോ. പവൻ, നീ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എന്ത് സിറ്റുവേഷൻ? എന്റെ ജോലി, അതിനോടൊക്കെയുള്ള എക്സാം, പിന്നെ നമ്മുടെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. പ്ലീസ്, നീ എന്നൊന്ന് മനസ്സിലാക്ക്. ലെന, ഇതേ അവസ്ഥയിലാണ് ഞാനും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇമ്മാതിരി വർത്താനം എന്നോട് പറയരുത്. നീ ഇപ്പൊ നല്ല മൂഡിലല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നീയേ വലിയ സഹായിച്ച മദർ തെരേസ ഒന്നും വേണ്ട, ചെയ്തോടത്തോളെല്ലാം മതി. എടാ, ഐ എം സോ സോറി. ലെന, ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. നിനക്ക് എന്ത് വേണമല്ലോ എന്നോട് പറയാം. പക്ഷെ എനിക്കറിയാവുന്ന ലെന എന്നോട് കള്ളം പറയില്ല. എന്താ? നിനക്കവിടെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എങ്കിൽ പറ, അവിടെ ആരോടെല്ലാം ഇഷ്ടം തോന്നിയോ? തോന്നി. പറ്റുവാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഇനി മേലെ എന്നെ കോൺടാക്ട് ചെയ്യല്ലോ. മൗനങ്ങളും വാചാലം കുഞ്ഞോർമ്മയിൽ നെഞ്ചോരം കൺപീലി പോൽ മന്ദാരം പ്രിയമാണിവളെന്നോരം ആകാശവും പെയ്തൊഴിയേ ആ നല്ല നാൾ വന്നണയേ നീ എന്നൊരാൾ ചേരുകയായി അനുരാഗനിലാവലയായി ഉൾത്താളിലായി നീ കോറിയ വാക്കുകൾ ഉന്മാദമായി ഞാൻ കോർത്തതിനീണമായി മുന്നാഴിയിൽ നീ മൂടിയ നാണവും മൂവന്തിയിൽ നാം തേടിയ മൺകുടിലും ഇന്നുമിതിലെ വന്നു നിറമായി മഞ്ഞു കടമായി തമ്മിലലിയാൻ ജന്മമി. എടാ, നമ്മളൊക്കെ എന്ത് ലക്കിയല്ലേ? അതെന്താ അങ്ങനെ പറയാൻ? അല്ല, ഇക്കാലത്തൊക്കെ എത്ര പെട്ടെന്ന് ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതും ഡിവോഴ്സ് ആവുന്നതൊക്കെ. അതിപ്പം ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ പിരിയെന്നല്ലേ നല്ലത്? പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ വരില്ല കേട്ടോ. അത്ര കുറപ്പാണോ? എന്റെ കാര്യത്തിൽ ഉറപ്പാണ്.
പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ പ്രകൃതി സാക്ഷി നിർത്തി ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോഴോ എടാ, നമ്മുടെ സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കും. നീ എന്നൊരാൾ ചേരുകയായി അനുരാഗനിലാവലയായി. Hi, sir. What would you like to have, sir? ഒരു ഐസ് ടീ. All right. അളിയാ, ഞാനേ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്, എല്ലാം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. 6 മണിയാവുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിരിക്കും. എടാ, ഇന്നത്തെ പരിപാടി ക്യാൻസലായി. അതെന്നാ പറ്റി? ഒന്നുമില്ല, ചെറിയൊരു ബ്രേക്കപ്പ്. അത്രേ ഉള്ളോ? അതൊന്നും സാരമില്ല അളിയാ. അതെന്നാ പറ്റി? അത് ഇൻകമ്പാറ്റബിൾ ആണെന്ന്. ഇൻകമ്പാറ്റബിളാ? അത് തന്നെ. അപ്പം ഞാനേ അവളെ വിളിച്ച് 2 വർത്താനം പറഞ്ഞിട്ടുള്ള കാര്യം, അങ്ങനെ വിട്ടാൽ പറ്റത്തൊന്നുമില്ല. എടാ വീടളിയാ, എന്റെ പവ നീ വെറും ഒരു പാവമായി പോയത് കൊണ്ടാ. നിനക്ക് എന്നെ അറിയാലോ, ഈ എന്നെ ശരിക്കും അറിയാലോ. ഞാൻ എന്തും പോർക്കും, പക്ഷെ വഞ്ചന, അതും സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനോട്. ഞാൻ അവളെ വിളിച്ച് 2 വർത്താനം പറഞ്ഞിട്ടുള്ള കാര്യം, നീ ഫോൺ കട്ട് ചെയ്ത്. എടാ എടാ അതൊക്കെ ഭയങ്കര ചീപ്പാണ്. ഹലോ ഹലോ, ഇൻകമ്പാറ്റബിൾ, പൊരുത്തമില്ലായ്മ, നല്ല കിടിലും വാക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാം. Sir? Sir? Your iced tea. Sir? Napkin. ഒരു കാര്യം ചോദിച്ചോട്ടെ? Hmm? ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാവോ? അതെ, ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ ഒരാളെ കുറേ കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്നല്ല മറക്കാൻ സാധിക്കുന്നത്? സോറി, ഞാൻ മോശമായിട്ട് പറഞ്ഞൊന്നുമല്ല, ജനറലൈസ് ചെയ്തതല്ല. എനിക്ക് ക്വാളിറ്റി ഒന്ന് അക്യൂർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്ത് ക്വാളിറ്റി? ഒരാളെ കുറേ കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ എനിക്കും അങ്ങനെ മനസ്സ് പതറാതെ നിൽക്കാൻ പറ്റണം. സാറിന്റെ ബ്രേക്കപ്പ് ആയെന്ന് മനസ്സിലായി. സാറിനൊന്നും വിളിക്കണ്ട, പവൻ, അത് മതി. ഓക്കെ, പവൻ. പവന്റെ എത്ര നാളത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു? 5 വർഷം. ഓ, അത്രയും ലോങ് ആയിരുന്നോ? അതല്ല പറഞ്ഞ, ഇവറ്റകൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ ജനറലൈസ് ചെയ്യുമല്ല. ഇത് ജനറലൈസ് ചെയ്ത് തന്നെയാണ്. അത് വിട്, പോയവര് പോയി, വരുന്നവര് വരും, അതൊക്കെ അത്രേ ഉള്ളൂ. ഈ ബ്രേക്കപ്പിന്റെ വേദന ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞില്ലാതാകുന്ന പോലെ. എനിക്ക് തോന്നും ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന ബ്രേക്കപ്പാണെന്നാ. കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും, കുട്ടിയെ കരുതേക്കാന്. പവനൊരു കാര്യം അറിയോ? എൻ്റെ ലൈഫിൽ കഴിഞ്ഞ മാസം ഒരു ട്രാജഡി ഉണ്ടായി. എൻ്റെ അമ്മേനെ ഐ ലോസ്റ്റ് ലാസ്റ്റ് മന്ത്. ഐ ആം സോറി. എൻ്റെ നഷ്ടവും പവൻ്റെ നഷ്ടവും ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുമല്ല, എനിക്കതിൻ്റെ കാര്യമില്ല. പക്ഷേ ബ്രേക്കപ്പ് ഒരാൾ ചെയ്താലും ആളെ നമുക്ക് വീണ്ടും കാണാനെങ്കിലും സാധിക്കും. പക്ഷേ മരണപ്പെട്ടു പോയ ഒരാൾ അതിനും കൂടി സാധിക്കില്ല. അതിൻ്റെ വേദന. എനിവേ, എൻജോയ് യുവർ ഡ്രിങ്ക്. ഞാൻ എന്നാ പോട്ടെ, എനിക്കധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാനേജർ കാണും. അപ്പോൾ ശരി.
ബില്ല് ഐസ് ടീ അല്ലേ? ആ അതെ. 150. ഓക്കെ. പേര്? അമ്മയാ ജോൺ. നിനക്ക് വിഷമമുണ്ടോ? പിന്നില്ലാതെ. അവള് വിളിച്ചായിരുന്നോ? ഇല്ല. ഞാൻ പറയുന്നതുകൊണ്ട് നീ വേറൊന്നും ചിന്തിക്കില്ല. എടാ, നീ അവിവേകമൊന്നും കാണിക്കില്ല. നമുക്കെല്ലാം സംസാരിച്ച് പരിഹരിക്കാം. എന്ത്? അല്ല, കടുങ്കൈയൊന്നും ചെയ്യല്ലെന്ന്. നിനക്ക് അവളെക്കാളും നല്ലൊരു പെണ്ണ് കിട്ടും, അതെനിക്ക് ഉറപ്പാ. അല്ല, നീ എന്ത് ചിരിക്കുന്നത്? ഇത് തന്നെ അവളും പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അല്ല, നീ അവളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ? അതളിയാ, ഞാൻ ശരിക്കും ചിന്തിച്ചപ്പോഴത്തേക്കില്ലേ, നമ്മൾ ഇവറ്റകളോട് സംസാരിച്ചിട്ടേ കാര്യമില്ല. അത്രയ്ക്ക് റെസ്പോൺസിബിളാണ് ഇവര്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാതെ മിണ്ടായിരിക്കുക. പിന്നെ നിനക്ക് എൻ്റെ സ്വഭാവം അറിയാലോ, ഈ ജോണിച്ചോൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് അറിയാമല്ലേ. അതൊക്കെ വിട്. എടാ, നമ്മുടെ കോളേജിൽ പഠിച്ച വൃന്ദയെ നിനക്ക് ഓർമ്മയുണ്ടോ? നല്ല ചുരുണ്ട മുടിയൊക്കെ ഉള്ള. ഞാൻ അവളോട് സംസാരിക്കട്ടെ നിനക്ക് വേണ്ടി? നല്ല ബെസ്റ്റ് പെണ്ണാടാ, എനിക്കറിയാം. മോനെ ജോണി, ഞാൻ അത്ര ഫ്രസ്ട്രേറ്റഡ് അല്ല. എടാ, ഒന്നല്ല പുതിയ റിലേഷൻഷിപ്പിൽ കയറണം, അല്ലെങ്കിൽ നീ ശരിക്കും ബിസിയായി എൻഗേജായി അങ്ങോട്ട് മാറണം. അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ മൈൻഡ് ഫക്ടപ്പ് ആവേ, ഓർത്ത് വെച്ചോ. ഞാനേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോയിക്കോളാം. എനിക്കിനി പെണ്ണ് വേണമെന്നില്ല. ഓക്കെ? എടാ, ഞാൻ ഉദ്ദേശിച്ച എന്തെന്ന് വെച്ചാൽ, ഒന്ന് നീ മുട്ട കഴി, അല്ലെങ്കിൽ ചിക്കൻ കഴി. ഒന്നുമില്ല, വിരൽ അണ്ണാക്കിട്ട് മിണ്ടായി. നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം മടൽ വെട്ടി അടിക്കാൻ. എടാ, ഒരു മിനിറ്റ് അളിയാ, ഞാൻ ഇപ്പോൾ വരാവേ. അവള് വിളിക്കുന്നു. ലെനയാണോ? ഏത് ലെന? ഇതെൻ്റെ ലൈനാ. അയ്യ, അവൻ്റെ ഒരു ചന എന്ന് പറയാൻ തോന്നുന്നു. പിന്നെ എൻ്റെ ചന എന്നെയല്ലേ വിളിക്കുന്നത്. ഹലോ, എന്തുണ്ട് വിശേഷം? ഹലോ. ഹലോ. ആക്ച്വലി ഇന്ന് അമ്മയോട് സംസാരിച്ചപ്പം എനിക്കറിയില്ല, അമ്മയുടെ വിഷമം വെച്ച് നോക്കുമ്പം എൻ്റെ വിഷമം ഒന്നുമല്ല. അതോർത്ത് സന്തോഷിക്കണോ അതോ അമ്മയുടെ വിഷമം ഓർത്ത് സങ്കടപ്പെടണോ? ഓ, ഐ ആം സോറി. എന്തൊക്കെയാ പറയുന്നത്? ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ തൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇതാവും ചിന്തിക്കുക. താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ, കഴിച്ചു. താനോ? കഴിച്ചു. അപ്പോൾ ശരിയെങ്കിൽ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, അമ്മയാ? ഹായ്. വിഷമൊക്കെ മാറിയോ? ആ, മാറി വരുന്നു. മാറണമല്ലോ. ഓക്കെ. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല. വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ഓ, ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താണ്? വിരോധം ഇല്ലെങ്കിൽ എന്നെ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യോ? അടുത്താ. അതാണ്. വാ, കേറിക്കോ.
ഹലോ, നീ ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞ. കൺഗ്രാറ്റ്സോ? എന്തിന്? നീ ആദ്യം പറ. ശരി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി പറ, എന്താ കാര്യം? എന്റെ സ്കോളർഷിപ്പ് റെഡിയായി. ഞാൻ UK പോവാ. UK ക്കോ? ആടാ, എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട്. കൊള്ളാലോ. നീ നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. അപ്പൊ നാളെ കാണാം. ശരി. എടാ, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. പ്രണയം ഉണ്ടാന്ന് ചോദിച്ചാ ഉണ്ട് ഉണ്ട് ഉണ്ട്. അവക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ലടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. അല്ലേ, എന്നെ ഓർമ്മ വരും. അളി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് ചിന്തിച്ചൊരു സൊല്യൂഷൻ കാണാം. എന്തായാലും അവളെ ഞാൻ ഒന്ന് കാണട്ടെ. സെറ്റ് ആയിരിക്കുമല്ലേ? നീ ഇവിടെ നിന്ന് ചിന്തിക്ക്, ഞാൻ അകത്തു ചിന്തിക്കട്ടെ. അല്ല ഡേ, അളി എന്തായാലും അടിയിട്ടേ പറയണേ. അല്ല, ഞാൻ ഇവിടെ നിന്ന് എന്ത് ചിന്തിക്കാൻ? ഈ പഴം വിഴുങ്ങിയുടെ കാര്യം. എന്തുപറ്റി നിനക്ക്? പനി എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല. മുഖത്തൊരു വാട്ടം പോലെ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ. ക്ലൈമറ്റ് ചേഞ്ചോ? ഓ അല്ല, UK പോണ കാര്യം എന്തായി? UK പോകുന്നവരെന്താ? പോയിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു, സീനില്ല. അല്ല, അപ്പൊ UK പോകാൻ തന്നെ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു. പിന്നല്ലാണ്ട് പോണ്ടേ? പോണം. അല്ല, അപ്പൊ നീ നമ്മുടെ നാടൊന്നും മിസ് ചെയ്യത്തില്ല? നാടൊക്കെ മിസ് ചെയ്യും ഉറപ്പായിട്ടും, പക്ഷെ പോണ്ട പറ്റില്ലല്ലോ. അല്ല, UK ഇപ്പം പഴയ പോലെയൊന്നും അല്ല. ഇവിടെ എന്താ പഴയ പോലെയാണോ? പണ്ടത്തെ 80s പോലെ ഇവിടെ ഇപ്പം? എടി, UK ഇപ്പം ഫുള്ള് മലയാളീസാണ്. പിന്നെ സ്റ്റഡി പ്രഷർ, വർക്ക് പ്രഷർ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, പിന്നെ ഐഡന്റിറ്റി ക്രൈസിസ്, അതുകൂടാതെ ഹോം സിക്നസ്, പിന്നെ എപ്പോഴും സെക്കൻഡറി സിറ്റിസൺസ് ഉള്ള ഫീലും. ആകെ ശോകമാണ്. പറഞ്ഞത് കുറേയൊക്കെ ഞാൻ യോജിക്കുന്നു. അത് തന്നെ ഞാനും പറഞ്ഞ. നിനക്കങ്ങനെ തോന്നിയില്ലേ? പിന്നെ ഈ പറഞ്ഞതില് വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏയ്, വേറെന്തർത്ഥം? അങ്ങനെയൊന്നുമില്ല. വേറെ ഒരർത്ഥവും ഇല്ല? അല്ല, വേറൊന്നും ഇല്ല. ഇല്ല, ഒന്നുമില്ല. ഏയ്, വേറൊന്നുമില്ല. ഞാൻ പോകുന്നത് നിനക്ക് വിഷമം ഒന്നുമില്ല? വിഷമമൊക്കെ ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? ഓ, അപ്പോ വിഷമമുണ്ടല്ലേ? ഞാനും മനുഷ്യനല്ലേ, മിസ് ചെയ്യുമല്ലോ. താങ്ക് ഗോഡ്. ഞാനോർത്തു ഞാൻ പോകുന്നതിൽ നിനക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരിക്കുന്നു. അല്ല, സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ നിന്റെ ജീവിതം മെച്ചപ്പെടുമല്ലേ, അത് ഓർക്കുമ്പോൾ സന്തോഷം. താങ്ക്സ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഞാൻ എന്നൊരു ഫ്രണ്ട് പോകുന്നതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ നിനക്ക്, അതോ വേറെന്തെങ്കിലും? ഒരു ഫ്രണ്ട് പോകുന്ന വിഷമം തന്നെ. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണല്ലോ. ഉറപ്പാണ്. പറയണോ? എന്തേലും പറയാം. അമ്മ, ഒരു മിനിറ്റ്. എന്താ? എനിക്കൊരു തിരുത്തൽ വരുത്താറുണ്ട്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം റിഗ്രറ്റ് അടിക്കേണ്ടി വരും. എന്താ? ഐ ലവ് യു. എടോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിന്റെ പേടിയുണ്ട്. അതിന് ഞാൻ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. ഓ സോറി, പെട്ടെന്ന് ചിരിച്ചപ്പോൾ ഓർത്ത്
സോറി. എടോ എടോ റിലാക്സ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ദൈവമേ, ഇപ്പം മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇഷ്ടമാണെന്നാണോ അല്ലെന്നാണോ? ആദ്യം പറഞ്ഞത്. ഒന്നുകൂടെ പറയാവോ? ഞാൻ ആദ്യം പറഞ്ഞതെന്ന്. എന്ന് വെച്ചാ ഐ ലവ് യു ടു. ഈ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വർക്കൗട്ട് ആവുമോ? വർക്കൗട്ട് ആവണമല്ലോ, അതല്ലേ അതിനൊരു ത്രില്ല്. ത്രില്ല.